അപ്പോൾ നമുക്ക് RRBയുടെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ RRBയുടെ ചെന്നൈ വെബ്സൈറ്റ് 29,200 വരുന്നുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നത് 19,900 വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ALPയിൽ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഈ എക്സാമിനേഷനിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ, RRBയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഇത്രയും കാലം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ RRBയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ITI നിർബന്ധമാണോ, ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട്, അതായത് പല സൈറ്റുകളിലും അല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലുകളിലും ഒക്കെ എന്താണ് ഫേക്ക് ആയിട്ടുള്ള കുറേ നോട്ടീസുകളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് RRBയുടെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ RRBയുടെ ചെന്നൈ വെബ്സൈറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ദ ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ദ CEN 2/2024 റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഈ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്. അത് ഡേറ്റ് സ്റ്റാർട്ടായിട്ടില്ല, 9-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നിലവിൽ സ്റ്റാർട്ടായിട്ടില്ല, പക്ഷേ നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിയർ ഹിന്ദി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ്, ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷന്. ഓപ്പണിംഗ് ഡേറ്റ് അതായത് ഇന്ന് രാത്രി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും, 9/3, ഇന്ന് രാത്രി 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ 8/4/2024 ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത്. 9/3/2024 സ്റ്റാർട്ട് ചെയ്തിട്ട് 8/4/2024 ഇത് അവസാനിക്കുക. പിന്നെ കറക്ഷനുള്ള ടൈം ഉണ്ടാവും 9 മുതൽ 18 വരെ. നമ്മൾ ALPക്കും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു പോസ്റ്റിൻ്റെ 2 പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒന്നെന്താണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 വന്നിട്ടുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഇത് ലെവൽ 5 ആണ്, ഇതെന്താണ് ലെവൽ 2 ആണ്. ഇവിടെ ഇനീഷ്യൽ പേ പറയുന്നത് 29,200 വരുന്നുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നത് 19,900 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ALPയേക്കാൾ ഉയർന്ന ഗ്രേഡ് പേ ആണ്, ഇനീഷ്യൽ പേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഏതാണ് B1 ആണ്. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ കുറേ എന്താണ്, ഇവിടെ സിഗ്നൽ മാത്രമാണ് അല്ലേ, ഇവിടെ കുറേ പോസ്റ്റുകളുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൻസുകൾ വരുന്നുണ്ട്, ITI ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. സോ അതിൽ ഓരോന്നിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്, അതുകൊണ്ടാണ് അതവിടെ സ്പെസിഫൈ ചെയ്യാത്തത്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഏജ് എന്ന് പറയുന്നത് 18 to 36 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ് ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത്, 18 to 36. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ പോസ്റ്റിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ അതിൽ 18 to 33 വന്നിട്ടുള്ളൂ കേട്ടോ. അതായത് ഗ്രേഡ് 1ൽ 18 to 36 വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 3ൽ 18 to 33 വന്നിട്ടുള്ളൂ. അപ്പോൾ കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ OBCക്ക് 3 ഇയേഴ്സും SC/STക്ക് 5 ഇയേഴ്സും ഇതിന് പുറമെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. വേക്കൻസീസ് പറഞ്ഞിട്ടുള്ളത് 1092 ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1ൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ 8052, അങ്ങനെ ടോട്ടൽ 9144 ആണ്. അറൗണ്ട് 9000 എന്നായിരുന്നു മുമ്പ് വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. 9144 വേക്കൻസീസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഗ്രേഡ് 3യുടെ എന്താണ്, ഗ്രേഡ് 3യുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, A1 ഒന്നും അല്ല കേട്ടോ, ഡിഫറെൻറ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, candidate waiting for final result of prescribed educational qualification are not eligible to apply എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫൈനൽ ഇയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിസൾട്ട് വന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അടുത്ത വർഷം ഫൈനൽ ഇയേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് വീണ്ടും വരും. കാരണം റെയിൽവേ ഇനി മുതൽ എല്ലാ വർഷവും എക്സാം നടത്തുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, ദെൻ എലിജിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെഡിക്കൽ ഫിറ്റ്നസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. യെസ്, ഏജിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. 18 to 36 എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം 18 to 33 എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3യും ആണ് കേട്ടോ. യെസ്,
അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ RRBയിൽ നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ALPയിൽ ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ആ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഇതിൽ ചെയ്യുന്നുണ്ട്. ദെൻ ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ദെൻ ജനറൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ പ്രധാനപ്പെട്ട ചില ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പല പല പോസ്റ്റുകളിലാണ്. A3 ഉള്ളതുണ്ട്, B1 ഉള്ളത്, B2 ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. A1 ഒന്നും ഇല്ല കേട്ടോ. A1ൻ്റെ ഒന്നും ആവശ്യമില്ല. യെസ്, ദെൻ ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏജ് റിലാക്സേഷൻ ആണ്. ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏജ് റിലാക്സേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ₹500 ആണ്. പിന്നെ SC ST എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ 250 ആണ്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് റീഫണ്ട് വരാറുണ്ട് കേട്ടോ. സാധാരണ റെയിൽവേയുടെ എക്സാംസിനൊക്കെ അതെന്ത് ചെയ്യാറുണ്ട്, റീഫണ്ട് വരാറുണ്ട്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഈ എക്സാമിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. യെസ്, അതിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, അതിലാണ് വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. RRBയുടെ ഈ ഒരു പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ RRBയുടെ 2 ടയർ എക്സാമിനേഷൻ ആയിരുന്നു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നത്. CBT 1ഉം CBT 2 തന്നെ 2 പാർട്ടായിട്ട്, പാർട്ട് Aയും പാർട്ട് Bയും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എക്സാം നടന്നിട്ടുള്ളത്. എന്നാൽ ഇപ്രാവശ്യത്തെ RRBയുടെ ടെക്നീഷ്യൻ എക്സാമിന് ഒരു സിംഗിൾ എക്സാമിനേഷൻ മാത്രമേ വരുന്നുള്ളൂ. CBT എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരെണ്ണം മാത്രമേ നടക്കുന്നുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ഗ്രേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് പാർട്ട് A പാർട്ട് B എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പാർട്ട് Bയിലെ ആ ഒരു ക്വാളിഫയിങ് മാർക്ക് ഉണ്ടല്ലോ ALPയിലൊക്കെ ഉള്ള പോലെ, അതിവിടെ വരുന്നില്ല. ഇവിടെ എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ ഇതിൽ ചെറിയ എക്സാമിനേഷൻ്റെ സിലബസിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിലബസും ഗ്രേഡ് 3യുടെ സിലബസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗ്രേഡ് 1ൻ്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ്. അതിൽ എന്താണ് ജനറൽ അവയർനെസ് വന്നിട്ടുണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 100 ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് ഈച്ചാണ്. ഇനി CBT ഫോർ പേ ലെവൽ 2 ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടേത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 3യുടേത് ഈ സിലബസ് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇവിടെ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഇത് എന്താണ് നേരത്തെ പറഞ്ഞ ഗ്രേഡ് 1ൻ്റെ അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, ഡെപ്തിൽ സിലബസ് വന്നിട്ടില്ല. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇവിടെ ഈ ഒരു സിലബസ് നമ്മൾ നോക്കുമ്പോൾ എക്സാക്ട്ലി ALPയുടെ സിലബസുമായിട്ട് മാച്ചിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ALPയുടെ ടയർ 1 സിലബസുമായിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിലബസ് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. യെസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തണം കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഫസ്റ്റ് ടൈം ഇംപ്രഷനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ദെൻ സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് ഒക്കെ അതുപോലെ തന്നെയാണ് 100 മാർക്സിൻ്റെതാണ്. അതായത് രണ്ടാമത് ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് സെക്കൻഡ് ടയർ എക്സാമിനേഷൻ വരുന്നില്ല, ഇവിടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് പിന്നീട് നടക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇതിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ എക്സാമിനേഷനിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്താണ്, ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1ൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു B1 ആണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ബാച്ചുലർ ഓഫ് സയൻസ് BSc ഡിഗ്രിയുള്ള ഫിസിക്സ് ഉള്ള ആളുകൾക്ക് പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾക്ക് പറ്റും. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് പറ്റും. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പറ്റും. അതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് പറ്റും. ഓർ BSc ഇൻ കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓർ വെച്ച് പറഞ്ഞിട്ടുണ്ട് 3-year diploma in engineering in the above basic streams or in combination of above basic streams. അതായത് മുകളിലുള്ള സ്ട്രീംസിൻ്റെ വരുന്ന ഡിപ്ലോമ കോഴ്സുകളും ഇവിടെ പറ്റും. അതേപോലെ തന്നെ
Degree in engineering in above basic streams or combination of any above basic streams is also applicable here. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീംസിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലൊക്കെ ഇതിൽ ഏതെങ്കിലും സ്ട്രീംസിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ, അപ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകളും ഇതേ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്ക് പറ്റും. ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞ ആളുകൾക്കും ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. അതൊക്കെ എന്താണ്, മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് SCVT ഓർ NCVT ആണ്. അത് ഒരുപാട് പോസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ട്രേഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്വാളിഫിക്കേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം അത് ഒരുപാട് പോസ്റ്റിലുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഓരോന്നിൻ്റെ വേക്കൻസീസും വന്നിട്ടുണ്ട്. അതിൽ വേക്കൻസീസിൻ്റെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ വേക്കൻസീസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ് അല്ലേ. 9144 ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 9144 വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോർമാറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. സോ അതൊക്കെ ഇവിടെ അനക്സറിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ ആ നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ്, അതായത് RRBയുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് സെക്കൻഡ് ടയർ എക്സാമിനേഷൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ടയർ 1 സെയിം തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി വളരെ സിൻസിയറായിട്ട് പഠിച്ചു തുടങ്ങുക. എൻട്രി ആപ്പിൽ ടെക്നീഷ്യൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസുകൾ നമുക്ക് വരും വീഡിയോസിൽ കാണാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.